ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ? സത്യമായിട്ട് കുറേ പേര് സോഷ്യൽ മീഡിയയിലിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. ദേ ഇപ്പം പൊട്ടും, നാളെ പൊട്ടും, മറ്റന്നാ പൊട്ടും, 4 ജില്ലകൾ ഒലിച്ചു പോകും, 35 ലക്ഷം ജനങ്ങൾ തീരും എന്ന് വെച്ചാൽ തിരുവനന്തപുരം മാറി. ഇപ്പോൾ അതിൽ കൂടുതലായി, 1 കോടിയായി. ഓക്കെ. പിന്നെ ഇപ്പോൾ ദേ വീണ്ടും പുതിയ ഡാം പണിയാൻ 1400 കോടിയുടെ പുതിയ പിന്നെ എസ്റ്റിമേറ്റ് നമ്മുടെ സർക്കാരിന് നൽകാനായിട്ട് പോകുന്നു. 600 കോടിയായിരുന്നു ആദ്യം, വർഷങ്ങൾക്ക് മുമ്പ് 2014 തോന്നുന്നു. ഇപ്പോൾ അത് 1400 കോടിയിൽ എത്തി നിൽക്കുന്നു. സത്യത്തിൽ ഒരു സമയം വരുമ്പോൾ, ഈ വയനാട് ദുരന്തം വന്നപ്പോഴാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇത്രയും ആശങ്ക. ഇതിന് മുന്നേ മുല്ലപ്പെരിയാർ ഇവിടെ ഉണ്ട്, 125 വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു ഡാമാണ്. ഓരോ മഴ വരുമ്പോഴും ഓരോ പ്രളയം വരുമ്പോഴും മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇത് തന്നെയാണ് ചോദ്യം. ആ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു ആശങ്കയുണ്ട്. അത് നമ്മൾ കാണാതെ പോകാനേ പറ്റൂല. കാരണം ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, പെരിയാർ നദിയുടെ കീഴിലുള്ളവരൊക്കെ. അപ്പോൾ ഈ സത്യത്തിൽ ഈ കാലപ്പഴക്കം ഒക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാലാരിവട്ടം പാലത്തിന് വലിയ കാലപ്പഴക്കമൊന്നുമില്ല, 3 വർഷത്തെ പാലപ്പഴക്കമുള്ളൂ. അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി. അപ്പോൾ പിന്നെ കാലപ്പഴക്കമൊന്നും ഇതിനൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. ഡാം എങ്ങനെ നിർമ്മിച്ചു, അതിനി എന്ത് ചെയ്യാൻ കഴിയും, അതിനെന്തെങ്കിലും കുറവുകളുണ്ടോ, അത് പൊട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വളവോ തിരിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. നമുക്ക് ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളാരും അല്ല. നമ്മുടെ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അങ്ങനെ ഒരു തോന്നൽ പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സിസ്റ്റം സെൻസ് എനിക്കുമില്ല, തനിക്കുമില്ല. എനിക്ക് തോന്നുന്നു ഒരു വെള്ളപ്പൊക്കം വന്നാൽ നമ്മുടെ എറണാകുളം മുങ്ങിപ്പോകും. അതെ. അപ്പോൾ അത് നമ്മൾ പറയുന്ന അത്തരം ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ബലത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാതെ പോയിക്കൂടാ. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു 2010 മുതലാണ് മാധ്യമരംഗത്ത് വന്നത്. 2010 ഇപ്പം 14 വർഷമായി. ഈ 14 വർഷവും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ തന്നെയാണ്. മുല്ലപ്പെരിയാർ പൊട്ടും, നമ്മളെല്ലാം തീരും. ഈ 2010-11 ആ സമയത്തൊക്കെ നമ്മുടെ മാധ്യമപ്രവർത്തനം നടത്തിയിട്ട് തുടങ്ങിയത് കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെയാണ്. തിരുവനന്തപുരത്തൊക്കെ നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ചു. കൊച്ചിയിലായിരുന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ പല സമരസമിതി നേതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ റിസൽ ജോയി അടക്കമുള്ള ആളുകളൊക്കെ നമ്മൾ നിരന്തരമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അവരെല്ലാം തന്നെ ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡാമിന് കാലപ്പഴക്കമുണ്ട്. അന്ന് ഈ ഡാമിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് 50 വർഷം മാത്രമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 125 വർഷമാണ് ഇതിൻ്റെ ആയുസ് ഉള്ളത്. അതുകൊണ്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. ആ ആവശ്യത്തിൽ തന്നെ ഞാനും ഉറച്ചു നിൽക്കുകയാണ്. അത് ഡീകമ്മീഷൻ ചെയ്യണം, ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ അത് ആവശ്യമാണ്. അതേ സമയത്ത് തന്നെ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ ഈ തമിഴ്നാട്ടിലെ ഈ ഒരുപാട് ജില്ലകളുണ്ട്. അതായത് മധുര, രാമനാഥപുരം, ദിണ്ടിഗൽ, കമ്പം, തേനി തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ ഈ ഡാം വരുന്നതിന് മുമ്പ് വലിയ വരൾച്ച, അവിടെ വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് മറന്നുകൂടാം. ഇത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം എന്ന നിലയിലേക്ക് വരുന്നതും ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രശ്നമുണ്ടാകുമോ, അവിടെ വരൾച്ച വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ് ജനങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ 5 ജില്ല പോകും, നമ്മളെ 1 കോടി മനുഷ്യർ പോകും എന്നതിനപ്പുറം അവിടെയും 5 ജില്ലകൾ, ആ 5 ജില്ലകളിൽ താമസിക്കുന്ന ജനങ്ങൾ, അവരുടെ ജീവിതം, ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇത് ഡീകമ്മീഷൻ ചെയ്യണം, അവിടുത്തെ ജനങ്ങളുടെയും ആശങ്ക നമ്മൾ മുൻകൈ എടുക്കണം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കേരളത്തിനോ അല്ലെങ്കിൽ തമിഴ്നാടിനോ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ആണ്. ഒന്ന്, കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിനകത്ത് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ നേരത്തെ തുർക്കി NIT-യിലെയും അതേപോലെ തന്നെ ഓരോ ഇത്തരത്തിൽ NIT-യിലെയൊക്കെ എഞ്ചിനീയറിംഗ് സംഘം വന്ന് പരിശോധിച്ച വാർത്തകൾ മുമ്പുണ്ടായിരുന്നു. ഇപ്പം റീസെൻ്റായിട്ട് പരിശോധിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പം അതേപോലത്തെ ഒരു പരിശോധന ഒന്നും കൂടെ നടത്തണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും ബേസ് ആയിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സുർക്കി മിശ്രിതം, അതാണ് ഇവിടുത്തെ വില്ലൻ. അതായത് സുർക്കി ഒലിച്ചു പോകും, ഡാം തകരും,
ഈ സുർക്കി തന്നെയാണ് എപ്പോഴും വാർത്തകളിൽ നിറയുന്നത്. അതെ അതെ അതെ, ഓരോ വർഷവും ഇത്ര സുർക്കി അവിടെ നിന്ന് ഒലിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ മൊത്തം പോയിട്ടുണ്ടാവില്ലേ എന്നുള്ളതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് നമുക്ക് പോയിന്റ് ആണ് എങ്കിലും നമുക്കൊരു കാര്യം പറയാതിരുന്നൂടാ. ഈ കല്ലിന്റെ ഇടയിലുള്ള ലീക്കേജ് തടയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഈ സുർക്കി മിശ്രിതം വച്ചിരിക്കുന്നത്. ഈ സുർക്കി മിശ്രിതം മൊത്തം ഒലിച്ചു പോയാലും ആ ഡാം തകരില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല ഇപ്പൊ ഏറ്റവും പുതിയൊരു സാധനം വന്നിരിക്കുന്നത്, ഈ ഡാമിന് വളമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുതിയൊരു സാധനം വന്നിരിക്കുന്നത്. എനിക്കത് കേട്ടിട്ട് കോമഡി ആയിട്ട് എനിക്ക് ഭയങ്കര തോന്നിയത്. കാരണം അവർ പറയുന്നത് ഈ ഗൂഗിൾ ഇമേജ് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് കോമഡിയാന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഗൂഗിൾ ഇമേജ് ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റൊരു പാലം എടുത്തു വെച്ച് നോക്കി. നമ്മുടെ കേരളത്തിലെ ഒരു പാലം എടുത്തു വെച്ച് നോക്കി. ആ പാലത്തിന്റെ ഫോട്ടോയ്ക്ക് വളമുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ ഇമേജിന്റെ നമുക്ക് ഒരു ഡ്രോൺ വെച്ച് പറത്തിയിട്ട് ആ ഡ്രോണിൻ്റെ ഇമേജിൻ്റെ അകത്ത് വളമുണ്ട് എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിദഗ്ധ സമിതി പറഞ്ഞിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഓക്കെ, നമുക്ക് വീണ്ടും അതിനെ ഒരു മുഖവിലയ്ക്ക് എടുക്കാം. പക്ഷേ ഈ ഗൂഗിൾ ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വളമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ എനിക്കതിനെ വലിയ കാര്യമായി എടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ തമിഴ്നാടിനെ നമ്മൾ കേരളത്തിനോട് ഒരു തരത്തിലുള്ള ശത്രുതയില്ല. അവിടെ വെള്ളം കിട്ടണമെന്ന് മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. ഈ കേരളത്തിലെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു പോയാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടി തീരുമെന്നുള്ളത് ഒരു വാശി അവർക്കില്ല. നമ്മളെ സർക്കാർ സംവിധാനങ്ങളും ആ തരത്തിൽ പ്രവർത്തിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. 1 കോടി അല്ലെങ്കിൽ 35 ലക്ഷം ജനങ്ങളുടെ ജീവൻ വെച്ച് ശരി അത് പൊട്ടട്ടെ, അപ്പം നമുക്ക് നോക്കാമെന്ന് ഒരു സർക്കാരും ചിന്തിക്കുന്നു എനിക്ക് തോന്നില്ല. മാത്രമല്ല അർജുനെ, ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഡാമാണ്. ഇതിന്റെ ഒരു ഡാമിന്റെ ആ ഒരു രീതി പോകുന്നത് ഇത് ഗ്രാവിറ്റി ഡാമാണ്. മാത്രമല്ല കരിങ്കല്ലുകൾ ഉപയോഗിച്ച് ഭൂഗുരുത്വ ബലത്തിൽ നിലനിൽക്കുന്ന ഒരു ഡാം കൂടിയാണിത്. ഈ സുർക്കി ഈ പറയുന്ന സാധനം വെള്ളത്തിന്റെ ചോർച്ച തടയാനാണ്. ഈ അർജുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുർക്കി ഒലിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ഈ ഡാം അതിന്റെ കൂടെ ഒലിച്ചു പോകാനൊന്നും പോകുന്നില്ല. ഇവര് നേരത്തെ ഈ 2000 വർഷം പഴക്കമുള്ള ഡാം പോയി, അല്ലെങ്കിൽ ചൈനയിലെ ഡാം തകർന്നു, ഒരുപാട് പേര് മരിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു ആ സമയത്ത് 63,000 പേരോ അങ്ങനെ ഒക്കെ മരിച്ചു എന്നൊക്കെ വാർത്തകൾ വന്നാണ് ജനങ്ങളെ പലരും ഭയപ്പെടുത്തുന്നത്. 100 വർഷം പഴക്കമുള്ള 236 ഡാം നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും മുല്ലപ്പെരിയാറിൽ മാത്രം നമ്മൾ ഇങ്ങനെ ആശങ്കയും ഇങ്ങനെ കരുതലും ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിലെ വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി അതിൽ കരുതൽ കൊടുക്കുക. നമുക്ക് ഈ ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഒരു അധ്യാപനം നമുക്ക് മുമ്പിൽ ഇരുത്തി കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ എത്ര വെള്ളം കൂടുന്നു, അതിൻ്റെ പ്രഷർ കൂടുന്നു അനുസരിച്ച് അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെ ഒന്ന് കുറച്ച് പുതുക്കി പണിതിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിന് ഒന്ന് കുറച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഈ അറ്റകുറ്റപ്പണികൾ നടത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഘട്ടത്തിലും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വെയിറ്റ് കൂട്ടുകയാണ് ചെയ്തത്. ഈ ഗ്രാവിറ്റി ഡാമിൻ്റെ വെയിറ്റ് കൂട്ടുകയാണ് ചെയ്തത്. വെയിറ്റ് കൂട്ടുകയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്ത ഘട്ടത്തിൽ ആണ് ഇത് കൂടുതൽ പവർഫുൾ ആയതെന്നാണ് അന്നത്തെ വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നത്. അപ്പം ഈ ഗ്രാവിറ്റി ഡാമാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പക്ഷേ നമുക്ക് ഭൂമി ഉലത്വം പോലെ, അതായത് റിട്ടർ സ്കെയിലിൽ ഒരു 7 അതിന് മുകളിലൊക്കെ വന്നിട്ടുള്ള ഭൂമി ഉലക്കം ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കാം. നമുക്ക് ഒരു തരത്തിൽ പറ്റത്തൊന്നുമില്ല. പക്ഷെ ഈ അനാവശ്യമായ ഭീതി ജനത്തിന് ഉണ്ടാക്കാതെ, അതായത് നമ്മുടെ പത്തനംതിട്ട മുതൽ ഇങ്ങ് തൃശ്ശൂർ വരെയുള്ള ജനങ്ങൾക്ക് എല്ലാം തീരും എന്ന രീതിയിലുള്ള ഒരു ഭീതി ഉണ്ടാക്കാതെ കേന്ദ്ര സർക്കാരിന് ഈ കേരളവും പ്രത്യേകിച്ച് ഈ സഖാവ് പിണറായി വിജയൻ എന്നാണല്ലോ സ്റ്റാലിൻ വിളിക്കുന്നത്. അപ്പോൾ സഖാവ് എന്ന് പറയുന്നത് എന്താ, ഒരു നിസ്വാർത്ഥ സേവനം ആഗ്രഹിക്കുന്നത്. പിണറായി പറഞ്ഞാൽ സ്റ്റാലിൻ കേൾക്കാതിരിക്കില്ല, സ്റ്റാലിൻ പറഞ്ഞാൽ പിണറായി കേൾക്കാതിരിക്കില്ല. ഇവര് തമ്മിലുള്ള സൗഹൃദമാണ് ഇവിടെ മുതലെടുക്കേണ്ടത്. ഈ സൗഹൃദം മുതലെടുക്കുക എന്നൊരു വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. ഇവർ തമ്മിലുള്ള സൗഹൃദം മുതലെടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് അടിയന്തരമായി 2 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരുമായി ചേർന്നിരുന്ന് പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി ഈ വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നിങ്ങൾ കേന്ദ്രം തരിലേക്ക് വേണ്ട മനുഷ്യ പോ, ഞങ്ങളുണ്ടാക്കി കൊടുക്കും. തമിഴ്നാട്ടിലെ ജനം കൊടുക്കൂലേ? കൊടുക്കും. 1400 കോടി വേണമെങ്കിലും ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുമിച്ച് കൈ കോർത്താൽ
എത്ര കോടി വേണം, പുതിയ ഡാം വേണമെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് നിർമ്മിക്കും. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ തമിഴ്നാടും കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ കൂടിയിട്ട് തീരുമാനമെടുത്ത്, അവർ BJP മുഖ്യമന്ത്രിമാരല്ലോ, അവർ കൂടി നിന്നിട്ട് തീരുമാനമെടുത്ത് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് നരേന്ദ്രമോദിയോട് പറഞ്ഞാലേ ആ മനുഷ്യൻ രാഷ്ട്രീയത്തിന് അപ്പുറത്തായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്, രാജ്യത്തിന്റെ വികസനവും കൂടി ചിന്തിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ ഇതിനെ നോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മനുഷ്യൻ ഇത്രയും കോടി രൂപയുടെ പ്രൊജക്ട്, ഇത്രയും പേരുടെ ആശങ്ക, രണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ ആശങ്ക ഒന്ന് മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ മനുഷ്യർ ഇതിന് അനുകൂലമായ നിലപാടെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പാരിസ്ഥിതിക ആഘാത പഠനവും മറ്റു പഠനങ്ങളും കോടതികളുടെ അനുമതിയും സെക്കൻഡറിയാണ്. ഇതിനകത്ത് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാര് ചങ്കും നിൽക്കുന്ന ആ മുഖ്യമന്ത്രിമാരെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയിട്ട് പ്രധാനമന്ത്രിയെ കാണുക, ഈ വിഷയത്തിന് അടിയന്തര നടപടി എടുക്കുക, അതിന് സംസ്ഥാനം തീരുമാനമെടുക്കുക, സംസ്ഥാനങ്ങൾ തീരുമാനമെടുക്കുക. ഇത് കേന്ദ്രം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പണിയൊന്ന് തീരുമാനം എടുത്താലേ ഈ കേരളത്തിലെ BJP കാരനും കോൺഗ്രസ്സുകാരനും CPM കാരനും ലീഗ് കാരനും SDP കാരനും എല്ലാവരും സംഭാവന ചെയ്യും, ഒരുമിച്ച് നിൽക്കും. തമിഴ്നാടും സംഭാവന ചെയ്യും. നമുക്ക് ഈ ഡാം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന നിലയിലേക്ക് കേരളം പോവുക എന്നുള്ളതാണ്. ബാക്കിയുള്ള അനുമതികൾ ഇതിന്റെ സെക്കൻഡറിയാണ്. കോടതികൾ ധരിപ്പിക്കാനല്ലേ ഈ ജനങ്ങളുടെ ആശങ്ക വെച്ച് മുന്നിൽ നിർത്തി തന്നെ കോടതികളും ഇതിനുള്ള അനുമതികൾ നൽകും. സുപ്രീം കോടതിയിലും ഇതിന്റെ അനുമതി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആശങ്കയല്ല, അടിയന്തരമായ നടപടിയാണ് ഇവിടെ വേണ്ടത്. ഇത് പാർലമെന്റിൽ കൃത്യമായി ഉന്നയിക്കുന്ന കാലത്തിൽ കേരളത്തിലെ MP-മാർക്ക് പരാജയം സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം കേരളത്തിലെ 20 MP-മാരും രാജ്യസഭാ MP-മാരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി അവിടെ പാർലമെന്റിൽ ഒരു പ്രക്ഷുബ്ധമായ രംഗമുണ്ടാക്കുകയാണെങ്കിൽ ഇതിന് രാജ്യത്തെ വലിയ ശ്രദ്ധ കിട്ടും. ആ രാജ്യത്തെ വലിയ ശ്രദ്ധയിലൂടെ പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള രാജ്യത്തെ നിയമങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഈ പാർലമെന്റിൽ ഈ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യുന്ന നിലയിലേക്ക്, അടിയന്തര തീരുമാനം എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ കൊണ്ടെത്തിക്കാൻ കഴിയാത്തത് കേരളത്തിലെ നിലവിലെ MP-മാരുടെ കഴിവില്ലായ്മയാണ്. ആ സമയത്ത് ഈ ഡീൻ കുര്യാക്കോസും അങ്ങനത്തെ കുറച്ച് പേരിലുണ്ടാവുന്ന ആൾക്കാർ ഈ വിഷയത്തിനകത്ത് ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജോസ് കെ മാണിയുണ്ട്, ഡീൻ കുര്യാക്കോസും, അങ്ങനെ കുറച്ച് പേരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരെയും കുറ്റപ്പെടുത്തുമല്ല, പക്ഷെ ഒറ്റക്കെട്ടായ തീരുമാനമാണ്, ഒറ്റക്കെട്ടായ പ്രക്ഷോഭമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ആവശ്യമുള്ളത്. ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോട്ടെ. അടുത്ത ജൂണിലും ജൂലൈയിലും ഇത് വീണ്ടും ചർച്ച ചെയ്യാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത് തന്നെയാണ്. അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യം, ആശങ്കപ്പെടുത്തുകയല്ല വേണ്ടത്, അടിയന്തരമായ നടപടിയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. രണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഈ വിഷയം അവതരിപ്പിക്കുക, അതിനുശേഷം കൃത്യമായി ഇത് കോടതിയിലെത്തുക, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്താണ് ഇനി അടിയന്തരമായി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള അടിയന്തര തീരുമാനം എന്താണ് എടുക്കേണ്ടത് എന്ന് പരിശോധിക്കുക. അക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, പക്ഷേ പൊട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായും.